നമസ്കാരം. തനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തിൽ സഭയിലും പുറത്തും വഴിയിൽ കിടക്കുന്നതുമൊക്കെ ചോദിച്ചു വാങ്ങുന്ന പാർലമെന്റിലെ വലിയൊരു അതിബുദ്ധിമാന്റെ നാണംകെട്ട വർത്തമാനങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. രാജ്യസഭയിൽ നീറ്റിനെതിരായ ADIMK നിലപാട് ആവേശത്തോടെ വിശദീകരിക്കുകയായിരുന്ന മുതിർന്ന MP M തമ്പിദുരൈയുടെ പ്രസംഗത്തിനിടെ കയറി ചൊറിഞ്ഞ് ഒടുവിൽ കിട്ടേണ്ടത് കൃത്യമായി വാങ്ങി നാണം കെട്ടി നിൽക്കുകയാണ് CPIM MP ജോൺ ബ്രിട്ടാസ്. തമിഴ്നാടിന്റെ മെഡിക്കൽ പ്രവേശന നയം സംരക്ഷിക്കാൻ മുൻ മുഖ്യമന്ത്രി ജയലളിത നടത്തിയ ഇടപെടലുകളെ കുറിച്ച് സംസാരിക്കവേ അമ്മ എന്ന് ബഹുമാനത്തോടെ പരാമർശിച്ച തമ്പിദുരൈയോട് വിച്ചമ്മ, അതായത് ഏതമ്മ എന്ന് 3 തവണ കയറി ചോദിച്ച് ഓവർ ഷോ കാണിക്കാൻ നോക്കിയ ബ്രിട്ടാസിന് ഒടുവിൽ യുവറമ്മ എന്ന് തമ്പിദുരൈ നൽകിയ മറുപടി കേട്ട് മിണ്ടാതെ നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടാസ് ജനിച്ച് രാഷ്ട്രീയം പഠിക്കുന്നതിനും എത്രയോ മുൻപേ തന്നെ സജീവ രാഷ്ട്രീയത്തിൽ വരികയും ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായും കേന്ദ്ര സഹമന്ത്രിയായും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായും ഒക്കെ പ്രവർത്തിച്ച വലിയൊരു അനുഭവ സമ്പത്തുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് M തമ്പിദുരൈ. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് രാഷ്ട്രീയത്തെ പറ്റി പഠിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊരു മുതിർന്ന നേതാവ് സഭയിൽ വികാരഭരിതനായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ അനാവശ്യമായി തടസ്സപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് അല്പതരം കാണിച്ച ബ്രിട്ടാസിന് ഇതിലും വലിയൊരു പ്രഹരം കിട്ടാനില്ല. ആദ്യത്തെ 2 തവണയും ബ്രിട്ടാസിന്റെ ഈ ഒരു ശല്യപ്പെടുത്തലിനെ തമ്പിദുരൈ വിട്ടുകളഞ്ഞെങ്കിലും മൂന്നാമതും ബ്രിട്ടാസ് ഇത് ആവർത്തിച്ചപ്പോഴാണ് തമ്പിദുരൈ തന്റെ നിയന്ത്രണം വിട്ട് സഭയിൽ വെച്ച് തന്നെ ബ്രിട്ടാസിന്റെ അഹങ്കാരത്തിന് കൃത്യമായി മറുപടി നൽകിയത്. സത്യത്തിൽ CPMന്റെ പുതിയ നേതാക്കളിൽ ഭൂരിഭാഗത്തിനുമുള്ള അതേ രോഗമാണ് ജോൺ ബ്രിട്ടാസിനുമുള്ളത്. തങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ, സകല കാര്യങ്ങളും തങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളവരെ എല്ലാം പുച്ഛത്തോടെ കാണണം, വായ തുറന്നാൽ അഹങ്കാരം മാത്രം പറയണം എന്ന മട്ടിലാണ് ഇവരുടെ ഓരോ പെരുമാറ്റവും. ഞങ്ങളായിരുന്നെങ്കിൽ മലമറിച്ചേനെ എന്ന് സഭയിൽ ബോധ്യപ്പെടുത്താൻ വലിയ ഷാഡോ ബോക്സിംഗ് നടത്തുന്ന ബ്രിട്ടാസിനോടും CPMനോടും ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നിങ്ങൾ ഭരണം നടത്തിയത് ജനങ്ങൾ കണ്ടതാണല്ലോ. കഴിവുള്ള ഏതെങ്കിലും ഒരു നല്ല മന്ത്രി ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിൽ 75% പഴയ SFI DYFI അഹങ്കാരവുമായി നടന്ന് ഭരണം തുലച്ച നേതാക്കളായിരുന്നു. ഇനി ബ്രിട്ടാസിന്റെ പാർലമെന്റ് പ്രകടനത്തിലേക്ക് വന്നാൽ താൻ എന്തോ വലിയ പ്രതിപക്ഷ നേതാവാണെന്നും രാജ്യത്താകെ നോക്കിയാൽ 4 MPമാർ മാത്രമുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് പുള്ളി എന്ന കാര്യം ബ്രിട്ടാസ് സൗകര്യപൂർവ്വം മറക്കുകയാണ്. രാജ്യസഭയിൽ ആകെ അവശേഷിക്കുന്ന ആ പ്രാതിനിധ്യം പോലും അടുത്തു തന്നെ ഇല്ലാതാകാൻ പോവുകയാണ്. ഇതുവരെ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറായി പോലും ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടില്ലാത്ത ആളാണ് രാജ്യസഭയിൽ വന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച മുതിർന്ന നേതാക്കളുടെ പ്രസംഗത്തിനിടെ കയറി ചൊറിയുന്നത്. ജനാധിപത്യത്തിൽ ഏതമ്മ എന്ന് ചോദിക്കുന്നത് ചോദ്യമെന്ന നിലയിൽ ശരിയായിരിക്കാം. എന്നാൽ ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ കയറി നിന്ന് ഈ അലമ്പ് കാണിക്കുന്നത് സഭാ മര്യാദയ്ക്ക് ചേർന്നല്ലോ. വഴിയിൽ കിടക്കുന്നതെല്ലാം ചോദിച്ചു വാങ്ങുന്ന സ്വഭാവമുള്ള ബ്രിട്ടാസ് മന്ത്രി KM ഷാജിയിൽ നിന്നും സമാനമായ രീതിയിൽ കണക്കിന് വാങ്ങിക്കൂട്ടിയിരുന്നു. എല്ലാ ദിവസവും പാർലമെന്റിലും ചാനലുകളിലും പോയി വലിയ നേതാവാകാൻ ഓവർ ഷോ കാണിക്കുകയും ഒടുവിൽ മറുപടി കേട്ട് നാണം കെട്ട് ട്രോളാവുകയും ചെയ്യുക എന്നത് ബ്രിട്ടാസിന്റെ സ്ഥിരം ശീലമായി മാറിയിട്ടുണ്ട്. എന്തായാലും തമ്പിദുരൈ കൊടുത്ത ഈ ഒരൊറ്റ മറുപടിയിലൂടെ ജോൺ ബ്രിട്ടാസിന്റെ സകല അഹങ്കാരത്തിനും കിട്ടേണ്ട ഉത്തരവും കിട്ടിക്കഴിഞ്ഞു. ഇതോടുകൂടിയെങ്കിലും മറ്റു വ്യക്തികളെ ബഹുമാനിക്കാൻ പഠിക്കുമെന്ന് കരുതുന്നു.